ബഹുമാനപ്പെട്ട പത്മജൻ ടി കാളിയമ്മ സാർ, ശ്രീ അരവിന്ദാക്ഷൻ നായർ സാർ, സ്നേഹമുള്ളവരെ, വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇത്തരം ടോപ്പിക്കുകളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ടുള്ള ഒരു വേദിയാണ് ഭാരതീയ വിചാര കേന്ദ്രം ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ അരവിന്ദാക്ഷൻ ചേട്ടൻ പറഞ്ഞതുപോലെ കൂടുതൽ ആളുകളെ നമ്മൾ ഈ എല്ലാ മാസവും രണ്ടാമത്തെ ബുധനാഴ്ച ഇവിടെ നടക്കുന്ന പരിപാടിയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. കൂടുതൽ ആളുകൾ വരാനായിട്ട് നമ്മൾ തന്നെ പരിശ്രമിക്കണം. ഞങ്ങളിങ്ങനെ നിരന്തരം പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളെങ്കിലും എത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിലൊന്നും പലതും പത്രങ്ങളിൽ വായിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം പത്രങ്ങളൊക്കെ ഓരോ പ്രത്യേക വിഭാഗത്തിന്റെയും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെയും ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ മാത്രം നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഈ ഒരു ടോപ്പിക് കേരളത്തിലെ സാമ്പത്തിക പ്രശ്നം കേന്ദ്രം ഉണ്ടാക്കിയതാണ് എന്ന് മാർക്സിസ്റ്റുകാർ പറയാൻ പറ്റുന്നിടത്തൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. അത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കേന്ദ്രത്തിന്റെയും പല കണക്കുകളും നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി ഞാനൊന്ന് വായിക്കാം, അതിനധികം സമയം പോകും. 2014 കേന്ദ്ര വിഹിതമായിട്ട്, അല്ലെങ്കിൽ അതായത് UPA സർക്കാരിന്റെ കാലത്ത് 2014 അവസാനിക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 46.303 കോടിയാണ്. 46,303 കോടിയാണ്. 2024 10 വർഷം കഴിഞ്ഞപ്പോൾ മോദി സർക്കാർ ഇവിടെ ഒരു MLA-യോ MP-യോ മന്ത്രിയോ ഇല്ലാതെ തന്നെ, MP ഇവിടെ നമുക്കുണ്ടെങ്കിലും നമ്മളവിടെ നല്ലല്ലോ, ഇല്ലാതെ തന്നെ 1,55,000 കോടി രൂപയാണ് കേരളത്തിന് കൊടുത്തിരിക്കുന്നത്. അതിൽ സാമ്പത്തിക സഹായമായിട്ട് കിട്ടിയത് 1,49,000 കോടി, പ്രത്യേക സഹായമായി 1,800 കോടി, ദേശീയപാതയ്ക്ക് 55,000 കോടി, റെയിൽവേ വികസനത്തിനായി 32,000 കോടി, 50 വർഷ പലിശ രഹിത വായ്പയായിട്ട് 2,224 കോടി, GST നഷ്ടപരിഹാരമായിട്ട് 4,330 കോടി, കൊച്ചി മെട്രോ 2ാം ഘട്ടത്തിൽ തന്നെ ഏതാണ്ട് 5,000 കോടിയോളം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ്. ഇത്രയും കോടി തുക കേരളത്തിന് കിട്ടിയിട്ടും ഒന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കേരളത്തിന് കടമെടുക്കാനുള്ള ശേഷിയെ പോലും കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുന്നു എന്നുള്ളൊരു പ്രചരണമാണ് നടക്കുന്നത്. നമ്മുടെ ബുദ്ധിക്ക്, ഇപ്പൊ മലയാളി എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ്, നമ്മുടെ ബുദ്ധിക്ക് ശരിയാണെന്ന് തോന്നുന്നതാണ് നമ്മൾ ചെയ്യുക, യാതൊരു സംശയമില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അതായത് പിണറായി സർക്കാർ വന്നതിന് ശേഷം ഇവിടെ ഉണ്ടായ ചില ജുഡീഷ്യൽ കമ്മീഷനുകളുണ്ട്. ഒരു ജസ്റ്റിസ് PA മുഹമ്മദ് കമ്മീഷൻ, മാധ്യമ പ്രവർത്തകരും വക്കീലുമാരും തമ്മിൽ അടി വന്നപ്പോ അതിനുവേണ്ടി നിയോഗിച്ചതാണ്. 2.77 കോടി രൂപയാണ് അതിന് ചെലവാക്കിയിരിക്കുന്നത്. ജസ്റ്റിസ് VK മോഹൻ കമ്മീഷൻ കേന്ദ്ര ഏജൻസികളിൽ കോൺസ്പിറസി നടത്തുന്നു എന്ന് പറഞ്ഞതിന് അത് അന്വേഷിക്കാൻ വേണ്ടി വെച്ചതാണ്. 83.76 ലക്ഷമാണ് അദ്ദേഹത്തിന് അവിടെ കൊടുത്തിരിക്കുന്നത്. CN രാമചന്ദ്രൻ പോലീസിൽ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി 12.36 ലക്ഷം കൊടുത്തു. PK ഹനീഫ വാളയാർ കേസിലെ നിയമോപദേശം തേടി ആ ലീഗൽ ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടിയിട്ട് 1.47 കോടി രൂപ ചെലവാക്കി. കിഫ്ബിയുടെ കേസ്, അതായത് ലീഗൽ ഒപ്പീനിയൻ വേണ്ടിയിട്ട് 45 ലക്ഷം. ലീഗൽ അഡ്വൈസ്, നമ്മുടെ സുപ്രീം കോടതിയിൽ വന്ന യൂണിവേഴ്സിറ്റി ആക്ടുകൾക്കെതിരെ സർക്കാർ ഇത് കൊടുക്കാൻ 15 ലക്ഷം രൂപ വക്കീലിന് കൊടുക്കും. നമ്മൾ ആലോചിക്കണം, ഈ വക്കീൽ ചാർജ് ഇതൊക്കെ പുറത്തുനിന്നുള്ള, അല്ലെങ്കിൽ ഇൻ അഡീഷൻ നമുക്ക് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് പ്ലീഡർമാരും അതുപോലെ അതിന് മുകളിലുള്ള അഡ്വക്കേറ്റ് ജനറൽ അവരൊന്നും കൂടാതെ ചെലവാക്കുന്ന പൈസയാണ്. അവരടക്കം 150ഓളം ലീഗൽ അഡ്വൈസർമാരും പ്ലീഡർമാരും നമുക്കുണ്ട് എന്ന് കൂടി ഓർക്കണം. അതുപോലെ ലീഗൽ അഡ്വൈസർ കണ്ണൂർ VC അപ്പോയിന്റ്മെന്റ്, ഒന്നാമത് തന്നെ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാളെയാണ് അവിടെ വെച്ചത്.
അത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം. ആ VC പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്യാത്തതാണ്. അദ്ദേഹത്തിന് റിട്ടയർമെന്റ് ശേഷം വീണ്ടും ഇന്റർവ്യൂ പോലും നടത്താതെ അദ്ദേഹത്തിന് എക്സ്റ്റൻഷൻ കൊടുത്തു. അത് സുപ്രീം കോടതി പോയി കഴിഞ്ഞപ്പോൾ അത് വാദിക്കാൻ വേണ്ടി 15 ലക്ഷം രൂപ ചെലവാക്കി. അതുപോലെ തന്നെ കടമെടുപ്പിന്റെ അവകാശം കിട്ടാൻ വേണ്ടി 75 ലക്ഷം ചെലവാക്കി. എന്നിട്ട് എന്ത് പറഞ്ഞു? സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ ഒരു കമ്മീഷൻ, ഒരു ബെഞ്ച് വെച്ച് അവർ തീരുമാനിക്കും. കടമെടുക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ കടമെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അതിന് 75 ലക്ഷം ചെലവാക്കി കഴിഞ്ഞു. നിയമസഭ കയ്യാങ്കളി അയച്ചത് ആ കേസിന് 50 ലക്ഷം. പെരിയ കൊലക്കേസിന് CBI വരാതിരിക്കാൻ വേണ്ടി 88 ലക്ഷം ചെലവാക്കി. പിന്നെ ഇത് കൂടാതെ പുറമെ നിന്ന് വക്കീൽമാർ കൊണ്ടുവന്ന് 4.75 കോടി. അത് പ്രത്യേകിച്ച് പാർട്ടിക്കാരെ കൊന്ന ആളുകള്, ആ കൊന്ന പാർട്ടിക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും നമ്മൾ അറിയാൻ നടക്കാണ്. ഈ പറയുന്ന നമ്മുടെ ഏറ്റവും വലിയ കൊലപാതകം നടത്തിയ ആളുകളെ പോലും, കൊടി സുനി പോലുള്ള ആൾക്കാരെ പോലും രക്ഷപ്പെടുത്താൻ വേണ്ടി സർക്കാരെ നമ്മുടെ പണം ഉപയോഗിക്കുകയാണ്. ഇതൊന്നും കൂടാതെയാണ് നമ്മൾ കണ്ട നവകേരള ബസ് 1.5 കോടിയാണ് ആ ബസ്സിന്. അതുപോലെ അതിന്റെ പ്രചരണത്തിന് 14 കോടി ചെലവഴിച്ചു. കേരളീയം പരിപാടി നടത്തി 37 കോടി ചെലവാക്കി. ഒരു ഓണാഘോഷം നടത്തി 10 കോടി ചെലവാക്കി. മരുന്ന് കമ്പനികൾക്ക് നൽകി വായ്പ പിടിക്കാത്തത് 40 കോടിയാണ്. PPE കിറ്റ് അതിന്റെ CAG റിപ്പോർട്ട് അനുസരിച്ച് 10.23 കോടി രൂപ കേരളത്തിൽ നഷ്ടം വരുത്തിയിട്ടുണ്ട്. ഗ്ലൗസ് ഇറക്കുമതി ചെയ്തതിന് 12 കോടി രൂപ നഷ്ടം വരുത്തിയിട്ടുണ്ട്. ഫോണിന് 823 കോടി രൂപയാണ് അത് ചെലവാക്കിയിരിക്കുന്നത്. കേരളയിൽ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. 51 കോടി രൂപ ചെലവാക്കി അതിന്റെ പല പരിപാടികൾക്ക് വേണ്ടിയിട്ട്. ലൈഫ് മിഷൻ വീടുകളുടെ അഴിമതി, റീബിൽഡ് കേരള എന്ന് പറഞ്ഞിട്ട് 338 കോടിയാണ്. അത് നമ്മളൊന്നും അറിയുന്നില്ല. റോഡ് ഉണ്ടാക്കുന്നു, അതുണ്ടാക്കുന്നു, ഇതുണ്ടാക്കുന്നു. അതുപോലെ എന്താ റൂം ഫോർ റിവർ, നദിയിലെ വെള്ളപ്പൊക്കം ഉണ്ടാക്കാതിരിക്കാനുള്ള പരിപാടി, അത് നെതർലാൻഡിൽ പോയപ്പോ കണ്ടെത്തിയതാണ്. 14 കോടി രൂപ ചെലവാക്കി. ഇത് കൂടാതെ കെടുകാര്യസ്ഥത എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മുടെ ഈ മരുന്ന് കമ്പനികൾ ഇടയ്ക്കിടയ്ക്ക് മരുന്ന് സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ കത്തിപ്പോവാണ്. കൊല്ലത്ത് കത്തി, തിരുവനന്തപുരത്ത് കത്തി, 2.5 കോടി രൂപ ആ വഴിയിൽ പോയി. അത് ആ കത്തിപ്പോയാലും മിക്കവാറും ഈ പറയുന്ന CAG റിപ്പോർട്ടില് വന്ന അതേ സാധനങ്ങളാണ്. PPE കിറ്റ്, ഈ പറഞ്ഞ ഗ്ലൗസ് ഒക്കെയാണ് കത്തിപ്പോയിരിക്കുന്നത്. അതുപോലെ കാലാവധി കഴിഞ്ഞാൽ മരുന്ന് വാങ്ങിച്ചിട്ട് അതും കത്തിച്ചു. ലോക കേരള സഭ ന്യൂയോർക്കിൽ വെച്ച് നടത്തിയതിന് 5.34 കോടി രൂപ ചെലവാക്കി. ഇനി ഇത് കൂടാതെ ക്ലിഫ് ഹൗസ്, നമ്മൾ അതിന്റെ കണക്കൊന്നും ഞാൻ പറയില്ല, എന്നാലും തൊഴുത്തു ചുറ്റുമതിലിന് 42 ലക്ഷം, പുതിയ കാറ് വാങ്ങിച്ച് 33 ലക്ഷം, ലിഫ്റ്റ് നന്നാക്കാൻ 25 ലക്ഷം, കുളം നന്നാക്കാൻ 26. ഇതേ കുളം ശ്രീ കരുണാകരൻ ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന് വണ്ടി ഇടിച്ചു കഴിഞ്ഞപ്പോ നീന്തണതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് കുളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ കമ്മ്യൂണിസ്റ്റുകാർ അന്നുണ്ടാക്കിയ വാർത്തകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് നീന്താൻ വേണ്ടി 26 ലക്ഷം രൂപ ചെലവാക്കണം. ഇപ്പൊ നമ്മൾ ആലോചിക്കണം, VP ജോയി, KM അബ്രഹാം, K ജയകുമാർ, ലോകനാഥ് ബെഹ്റ, B സന്ധ്യ, ഇവരൊക്കെ റിട്ടയറിംഗ് പോയ ഉദ്യോഗസ്ഥരെ. അവരൊക്കെ ഇവിടെയുണ്ട്. അവരൊക്കെ ഓരോ സ്ഥലത്ത് കൊടുത്തിരിക്കുക. എല്ലാവർക്കും 5 ലക്ഷം രൂപ, 5.5 ലക്ഷം രൂപ ഒരു മാസം വരുമാനമുണ്ട്. അവരെല്ലാവരും മാന്യമായിട്ട് പെൻഷൻ കൂടാതെ ഇത്ര പൈസ വേണം കിട്ടണം എന്നുള്ളതില് അവർ മന്ത്രിസഭ പ്രത്യേക ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു നാട്ടിലുള്ള കാര്യമാണ്. ഇത് കൂടാതെയാണ് ഹെലികോപ്റ്റർ വാങ്ങി 50 ലക്ഷം, ഫേസ്ബുക്ക് നടത്താൻ വേണ്ടി 7 ലക്ഷം രൂപ ഒരു മാസം ചെലവാക്കുന്നുണ്ട്. ക്ലിഫ് ഹൗസിൽ ചാണകപ്പൊടി ഉണ്ടാക്കാൻ 4.72 ലക്ഷം ചെലവാക്കി. അതുപോലെ തന്നെ ഈ 40-30 കാറുകളിലെ കമ്പനി എന്ന് പറഞ്ഞാൽ ഡീസൽ അടിക്കണോ, അതിലൊക്കെ പോലീസുകാർ വേണോ, ഇതിന്റെ ചെലവ് എന്ന് പറഞ്ഞാൽ എത്ര കോടിയാണ് ഇത്ര കൊല്ലമായിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പൈസ വക മാറ്റി ചെലവാക്കി എങ്ങനെ പിന്നെ കടമില്ലാതിരിക്കും? ഇപ്പൊ ഒരു പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മളെ ഇന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം നമ്മളിതൊക്കെ എവിടെ കേട്ടേക്കണേ, ഏതോ ഈ പറഞ്ഞ പിന്നെ ഏകാധിപതികളായിട്ടുള്ള രാജ്യങ്ങളിൽ രാജാക്കന്മാർ ചെയ്യുന്ന പരിപാടികൾ. 26ാമത്തെ വിദേശയാത്രയാണ് ഇന്നലെ പോയി. വിദേശയാത്ര നടത്തി നമുക്ക് പ്രശ്നമില്ല. മോദിജി
ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു വിദേശയാത്ര നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു 2-3 പേജ് അടിച്ചു വരാനുള്ള സാധനം. അതുകൊണ്ട് മാത്രമാണ് ഈ വിദേശയാത്രയുടെ ഗുണമാണ് നമ്മളിപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏതെങ്കിലും രാജ്യത്തോ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഏതെങ്കിലും മീറ്റിംഗോ ചെല്ലുമ്പോ അവിടെ കിട്ടുന്ന റെസ്പെക്ട്. കാരണം ഇന്ത്യ എന്താണെന്ന് അവർക്ക് മനസ്സിലായി. ഇത്രയും കാലം ഇന്ത്യ എന്താണെന്ന് മനസ്സിലാവാതെ കൊണ്ട് മാത്രമല്ല, ഇന്ത്യക്ക് നയിക്കാനായിട്ട് ഒരു ലീഡർ ഉണ്ടെന്ന് ജനത്തിന് മനസ്സിലായി. അതുകൊണ്ട് 24 മണിക്കൂറും ഒരു രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഒരു പൈസ പോലും അഴിമതി നടത്താതെ 10 വർഷമായിട്ട് അഴിമതി നടത്താതെയുള്ള ഒരു പ്രധാനമന്ത്രി ഭരിക്കുമ്പോഴാണ് കേരളത്തിൽ ഏറ്റവും വിദ്യാസമ്പന്നരായ നാട്ടിലെ ഇതുപോലെയുള്ള അഴിഞ്ഞാട്ട് നടക്കുന്നത്. ഇതിന് കടം വന്നു എന്നുള്ളതിൽ യാതൊരു സംശയം. ഇത് തുടരാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ ഒരു എന്താ പറയാ മണ്ടന്മാരാക്കിയിട്ടാണ്. ഞാൻ എവിടെ പോണേന്ന് പോലും പറയാതെ ഒരു മുഖ്യമന്ത്രി പോവാണ്. എന്തിനാ പോണേന്ന് പോലും പറയുന്നില്ല. അയാൾ പോണത് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവിടെ വേണമെങ്കിൽ പോവാം. പക്ഷെ പുള്ളി ഈ നാടിന്റെ മുഖ്യമന്ത്രിയാണ്. അത് ആൻസറബിൾ ആണ്. നമുക്ക് ചോദിക്കാൻ അവകാശം. നിങ്ങൾ എവിടെ പോണം, എന്തിനാ പോണം, നിങ്ങൾ പോയതൊക്കെ എന്ത് സാധിച്ചു, എന്തിനാണ് ഇത്രയും കോടികൾ നിങ്ങൾ ചെലവാക്കി? 40 പേര് 30 പേര് ഗ്രൂപ്പാണ് പോകുന്നത്. ഇന്നലെ ഒരു ചാനൽ ചർച്ച ചെയ്തിട്ട് ഒരു സ്ഥിരം ഒരു മാർക്സിസ്റ്റ് പാർട്ടിയില് ന്യായീകരണ തൊഴിലാളി പറയാണ്, ഇത് ഫിലിപ്പൈൻസ് 80 ലക്ഷത്തിന്റെ ചെലവ്, ഇതൊക്കെ വലിയ കാശാണ്. 80 ലക്ഷം നമുക്കറിയാം. 80,000 രൂപ ഫിലിപ്പൈൻസിൽ പോകാൻ 80,000 രൂപയാണ്. എന്തിനാണ് നിങ്ങൾ പോകുന്നത്? അങ്ങനെ പോകാൻ പറ്റിയൊരു സാഹചര്യമാണോ കേരളത്തിന്റെ സാമ്പത്തിക ഇത്? അപ്പൊ ഇവരതിനൊക്കെ പറയുമ്പോ കേരളീയ പരിപാടിയോ നവകേരള പരിപാടി നടത്തിയത് ഇവർ ഈ പിന്നെ ബക്കറ്റ് പിരിവും മറ്റേ പിരിവും നടത്തി ആ കാശ് കൊണ്ടാണ് നടത്തിയത് എന്നാണ് സമൂഹത്തിനെ പറഞ്ഞു പറ്റിക്കുന്നത്. പക്ഷെ അതിന്റെ പുറകില് വരുന്ന ഉദ്യോഗസ്ഥരെ ഒരു ജോലിയും ചെയ്യാതെ മാസങ്ങളോളം ഇവരെ അവിടുന്ന് പുറത്താണ്. ഞങ്ങൾ ഈ പരിപാടിക്ക് പോയിരിക്കുകയാണ്, ഈ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. പോലീസുകാർ, അതിനുള്ള മിഷനറി, ഇവരൊക്കെ ശമ്പളം വാങ്ങിച്ച് ജോലി ചെയ്യാതെ ഇരിക്കുന്നത് നമ്മുടെ ഖജനാവിന്റെ നഷ്ടമാണ് എന്ന് കൂടി നമ്മൾ ഓർക്കണം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സത്യവും നിത്യയും എന്നുള്ളൊരു ടോപ്പിക് സെലക്ട് ചെയ്യുന്നത്. അതിനെ നമുക്ക് വളരെ കുലങ്കഷമായി ചിന്തിക്കാനും ചർച്ച ചെയ്യാനും പറ്റിയ ഒരാൾ തന്നെയാണ് ഈ പ്രബന്ധം അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും ഇതിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.